സംഭവിക്കുന്നത്. അവിടെ താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ആ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ കടം വാങ്ങിയും കാറ്ററിംഗ് ജോലിക്കൊക്കെ പോയിട്ടൊക്കെയാണ് ആ പൈസ സ്വരൂപിച്ചത്. ഇപ്പം വീട്ടിൽ വരുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ചോദിക്കും, ഇത് കിട്ടുമോ? അപ്പോൾ കിട്ടിയ എഴുതിയ മാർക്ക് വെച്ച് ചിലപ്പോൾ പറയും, ഇത് നീ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാൻ ചോദിക്കുന്ന കാര്യം ഒന്ന് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മറുപടി പറയണേ. പെട്ടെന്നൊരാവശ്യത്തിന് ഒരു 5000 രൂപ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാണുമോ? ഉണ്ടോ? ഈ വീഡിയോ കാണുന്ന എത്ര പേരുടെ കയ്യിൽ ആ പൈസയുണ്ട്? ഉണ്ടോ? നമ്മളെല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും മറന്നുപോയ ഒരു ലിസ്റ്റുണ്ട്. യൂണിവേഴ്സിറ്റി LGS എന്ന് പറഞ്ഞ ലിസ്റ്റ്. 5 പ്രിലിംസ് പരീക്ഷകൾ, അതിനുശേഷം ഒരു മെയിൻസ് പരീക്ഷ എഴുതിയിട്ട് വന്ന ഒരു ഷോർട്ട് ലിസ്റ്റ്. ഏകദേശം 1000-1100 പേര് ഉൾപ്പെടുന്ന ഒരു മെയിൻ ലിസ്റ്റ്. ഓക്കെ, ഞാനിതോടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരും ആ കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. ഓക്കെ, അവർ 5000 രൂപ വെച്ച് പിരിച്ചിട്ട് സുപ്രീം കോടതിയിൽ കേസിന് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ലിസ്റ്റിലുള്ളവർക്കെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? ആ ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കണം. നിങ്ങൾ ഇപ്പം ഒരിക്കലും, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരാൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ കേസ് കൊടുത്ത ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിച്ചത്. അതായത് ഒരു കേസ് കൊടുത്ത് വിടുക, ആ കേസിന്റെ പിറകെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഇല്ലാത്തവരും നമ്മൾ സംസാരിച്ച് കുറെ സമയം വേസ്റ്റ് ആകും. അപ്പം അവരുദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 100-ന് പുറത്ത് വേക്കൻസി എന്ന് റിപ്പോർട്ടായെന്നും ഏകദേശം 325ഓളം വേക്കൻസി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൺഫർമേഷൻ അല്ല, അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പം ഒരു ലിസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ആ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി മുന്നോട്ട് വരുന്ന നോട്ടിഫിക്കേഷനിൽ ഡിഗ്രിക്കാർ ഉൾപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്യാം. അതായത് അവർക്ക് എഴുതാൻ പറ്റുമോ ഇല്ലാതാവുകയോ എന്നുള്ള കാര്യം ഗവൺമെന്റും PSC കൊണ്ട് തീരുമാനമെടുത്ത് പറയും. പക്ഷെ നിലവിൽ ആ കുട്ടികൾ, ആ ലിസ്റ്റിലുള്ള കുട്ടികൾ, അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. നിങ്ങൾ ദയവ് ചെയ്ത് അവരെ കുറ്റപ്പെടുത്തരുത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അവർ ഇത്രയും പൈസ ഓരോരുത്തരും 5000 രൂപ വെച്ചിട്ട് കളക്ഷൻ എടുത്തിട്ടാണ് അവർ സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല ആൾക്കാരും ആഭരണം പണയം വെച്ചിട്ടും അതുപോലെ കടം വാങ്ങിയും കാറ്ററിംഗ് ജോലിക്കൊക്കെ പോയിട്ടൊക്കെയാണ് ആ പൈസ സ്വരൂപിച്ചത്. കാറ്ററിംഗ് ജോലിക്ക് പോണത് മോശമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാസം എത്ര കാറ്ററിംഗ് വർക്ക് ഉണ്ടാവും? ഓക്കെ, ഇന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്ന പല ആൾക്കാരും തുടങ്ങിയത് കാറ്ററിംഗ് വർക്കിന് തന്നെയാണ്, അല്ലേ? കാറ്ററിംഗ് വർക്കിന് പോയിട്ട് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് തന്നെയാണ് പലരും പഠിച്ചത്. ഇപ്പോഴും എൻ്റെ സ്ഥാപനത്തിലും പല കുട്ടികളും അവർ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി അവർ കാറ്ററിംഗ് വർക്കിന് പോയിട്ട് ആ പൈസയാണ് അവരുടെ ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് ഒരു സാധാരണക്കാരൻ്റെ മകനോ മകൾക്കോ പെട്ടെന്നൊരാവശ്യത്തിന് 5000 രൂപ എടുക്കാൻ കയ്യിലുണ്ടാവത്തില്ല. കാരണം വരുമാനമില്ല. ആ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ആ ലിസ്റ്റിൽ വന്നിട്ട് അവർ ആ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. സുപ്രീം കോടതിയിലൊക്കെ കേസിന് പോയിട്ട് അതിൻ്റെ വിധിയൊക്കെ വന്നിട്ട് ഈ തിരിച്ചു വരുന്ന സമയത്ത് ഈ വേക്കൻസിയൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് എന്തുറപ്പുണ്ട്? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം സംസാരിക്കാനാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതായത് അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക. കാരണം ലിസ്റ്റിൽ വന്നിട്ട് ജോലിക്ക് കാത്തിരിക്കുന്ന ഏജ് ഓവറായ കുറേ ആൾക്കാർ ഉൾപ്പെടെ ആ ലിസ്റ്റിലുണ്ട്. ഓക്കെ, അവർ ഒരുപാട് പ്രതീക്ഷ കാണും ലിസ്റ്റിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ. മനസ്സിലായി? പരീക്ഷ എഴുതി കഴിയുന്ന സമയത്ത് ഇത്ര മാർക്കുണ്ടെന്ന് പറയുമ്പം നമ്മൾ പ്രതീക്ഷിക്കത്തില്ല, ഇതെനിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം വീട്ടിൽ വരുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ചോദിക്കും, ഇത് കിട്ടുമോ? അപ്പോൾ എഴുതിയ മാർക്ക് വെച്ച് ചിലപ്പോൾ പറയും, ഇത് നീ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അവരോട് മറുപടി പറയേണ്ടി വരും. നമ്മൾ ഇത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും സ്വാഭാവികമായിട്ട്. ഞാൻ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് ജോലി കൈ കിട്ടുന്ന ഉറപ്പായതിനു ശേഷം മാത്രം പറയുക എന്നുള്ളത്. അതങ്ങനെയാണ്. അല്ലെങ്കിൽ അതൊരു ഭാരമായി മാറും. അതൊരു മാനസികമായ ബുദ്ധിമുട്ടായി മാറും. നമുക്ക് ഈ പറയുന്ന സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഞാനിത് സംസാരിക്കുന്നത് അങ്ങനെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മെൻ്റലി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദയവ് ചെയ്ത് അവരെ കുറ്റപ്പെടുത്തരുത്. അവരിപ്പോൾ നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിൽ അവർ വിജയിക്കാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം.